സെറ്റ് ചെയ്ത് ഓടിക്കാൻ വേണ്ട. ബോഡി വേറെ, ചക്രം വേറെ, എല്ലാം വേറെ വേറെ വെച്ചിട്ട് അവിടെ എന്തോ നശിപ്പിച്ചിട്ടുണ്ട് കുട്ടി. അതിൻ്റെ പൈസ കൂടി കൊടുക്കേണ്ടി വരും ലാസ്റ്റ്. പൊട്ടി ആളുടെ അതിലുള്ള കളി കഴിഞ്ഞത് ആളുടെ വേറെ വണ്ടി എടുത്തു. ആളുടെ നമ്മള് ടോയ്സ് മേടിക്കാൻ പോവാണ്. ലൈസോ സ്റ്റാച്ചു അപ്പൊ ഞങ്ങൾ ഈശോയ്ക്ക് ടോയ്സ് മേടിക്കാൻ പോവാണ്. അപ്പൊ കടയിൽ കടയിലുണ്ടായിരുന്നു ജീവാസോട്. അവിടെ പോയിട്ട് പുള്ളിക്ക് എന്തെങ്കിലും കളിപ്പാട്ടം മേടിച്ച് കൊടുക്കാം. ആൾക്ക് മറ്റേ ഗവൺമെന്റ് ബോണസ് കിട്ടും 3 മാസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും പുള്ളിക്ക് മേടിച്ചു കൊടുക്കണമെന്ന് അതിയായി ആഗ്രഹമുള്ള അമ്മയ്ക്ക് എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. അല്ലേ ചോ പോവാ നമുക്ക്. അപ്പൊ നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മള് കടയിലെത്തിയുണ്ട്. ഇതാണ് കട. നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം എന്തൊറ്റവന് മേടിക്കാന്നുള്ളത്. ഇതാ മോഡൽ ഷോപ്പ് എന്ന കടയുടെ പേര്. നമുക്ക് നൈസായിട്ട് അകത്ത് കയറിയിട്ട് നോക്കാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇത് ഈശോ ഇപ്പം ടോയ്സ് നോക്കിക്കൊണ്ട് കിടക്കുകയാണ് ഏതാ മേടിക്കണ്ടേന്ന് അറിയാണ്ട്. ഡാ ഈശോ ഡാ എന്നിട്ട് വേണ്ടേ മമ്മീനെ തൊട്ട് കാണിക്കൂ. ഏത് ടോയ്സ് വേണ്ടേ ഈശോ? കാറൊക്കെ മേടിക്കാം. അപ്പം ഡാഡിക്ക് മേടിച്ച് കളിക്കാം. ഫുള്ള് ടോയ്സ് ആണല്ലോ. ബ്ലോക്സ് നീ എന്തോ വേണമെന്നുണ്ട് അത് നോക്കാൻ പോയിട്ടല്ലോ. അത് എടുക്കണല്ലേ ഇപ്പൊ? ഇവിടെ ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട്. ഈ കാറിന് 3500 രൂപ. കുഞ്ഞിതണ്ടോ നാട്ടിൽ നിന്ന് മേടിക്കുന്ന ലാഭം ശരിക്കും. ഇത് ഈ ബ്ലോക്സിന് 3000 രൂപ, 29 യൂറോ. അതുപോലെ ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ട് ഇഷ്ടം പോലെ. ഇപ്പം ആള് കുഴപ്പമില്ല, ഒന്നും വേണമെന്ന് പറയില്ലേ. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, വിഷയമാക്കും. അതുപോലെ നമുക്ക് കാറ് മേടിച്ചിട്ട് നമുക്ക് തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് ഓടിക്കാൻ വേണ്ട. ബോഡി വേറെ, ചക്രം വേറെ, എല്ലാം വേറെ വേറെ വെച്ചിട്ട് അവിടെ എന്തോ നശിപ്പിച്ചിട്ടുണ്ട് കുട്ടി. അതിൻ്റെ പൈസ കൂടി കൊടുക്കേണ്ടി വരും ലാസ്റ്റ്. പൊട്ടിച്ചളയില്ലാട്ടോ. ആ ചേച്ചി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. ഈശോ അതൊക്കെ പൊട്ടിച്ചളയല്ലേ, അടിയിട്ടു നിനക്ക്. നമുക്ക് നോക്കാപ്പ എവിടെയാന്ന്. പുള്ളിക്കാരിക്ക് പോയിട്ട് വന്നില്ലേ? അതെ ആ ചേച്ചി. ഈ സാധനം ബോളിട്ട് കളിക്കുന്ന സാധനം മേടിക്കണം പറയണേ. അതിലിരുന്ന് കളിക്കൊന്നുമില്ല, വെറുതെ പൈസ ആയിട്ട് കളയാന്നുള്ളൂ. അപ്പോൾ ആ പുള്ളിക്കാരിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരു വലിപ്പുണ്ടെന്നുള്ളത്. അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ടോയ്സ് 2 നിലയായിട്ട് ടോയ്സ് ഫുള്ള്. നമുക്കത് നിവർത്തിയിട്ട് കാണാം. 1 മീറ്റർ വീതി ഉണ്ടെന്നാണ് പറയണേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്ന സാധനം. ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വാശിയാണ് അത് തന്നെ വേണമെന്ന്. മേടിക്കട്ടെ. അപ്പോൾ ബോൾസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബോൾസാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ പുള്ളി അതിപ്പോൾ തന്നെ വേണം. അപ്പോൾ സാധനം എടുത്തു. ഇവിടെ ലബൂമ്പി ഉണ്ട്. 6500 ലബൂമ്പയ്ക്ക്. ലബൂമ്പയ്ക്ക് 6500. ടു എക്സ്പെൻസീവ്. 6500 ലബൂമ്പ. ഇത് വേണ്ട നമുക്ക്. അപ്പോൾ ആ സാധനം മേടിച്ചിട്ടുണ്ട്. ഇപ്പം 4000 രൂപ. എത്രയിന്? 40 യൂറോ. 40 യൂറോസ്. ഈ സാധനം എടുത്തുകൊണ്ട് ഇങ്ങനെടുത്ത് കളിക്കണോ നോക്കണമെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് തുറക്കണതിൻ്റെ വീഡിയോ എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ സാധനം മേടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാണ്. വീട്ടിൽ ചെന്നിട്ട് ഇങ്ങി പഴിച്ച് നോക്കണം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമല്ലോ എന്നുള്ളത്. ഈശോ ഡാ ഈശോ എന്നാ വേണ്ടേ പിടിച്ചോ. കാനാണ് നിങ്ങൾ കൈ പോവും. എന്നാ പുള്ളി നോക്കണ്ടെന്നിട്ടാണ് നീ അവിടെ ചെന്നിട്ട് നശിപ്പിക്കാനുള്ള പരിപാടിയാണ്. എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളത് ആലോചിച്ചിരിക്കുകയാണ് പുള്ളി. നമുക്ക് ഈ വീട്ടിൽ നിന്നിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതെ സാധനമായിട്ട് വീട്ടിലെത്തിയുണ്ട്. ഞാൻ
തുറക്കട്ടെ നോക്കി ഇതൊക്കെ ഇരിക്കണേ സാധനം പറ്റിച്ചേക്ക 4000 രൂപയെ നന്നായിട്ട് ഉപയോഗിച്ചോ നെഞ്ചപ്പാ ഇരുളി കയറ് ഇതാണ് ഇന്ന് ഈശോയ്ക്ക് മേടിച്ച നന്നായിണ്ട് എന്തായി കണ്ടാ ഇതാണ് സാധനം മേടിച്ചത് ഈശോ ഇഷ്ടായത് ഇഷ്ടായ ഈശപ്പാ ഇഷ്ടായ ഇതൊക്കെ പുറത്തേക്ക് ഇട്ട അതിന്റെ ഉള്ളിലിട്ട് കളിക്കുന്നത് ആ അപ്പൊ ഇതാണ് സാധനം മേടിച്ചത് എന്നിട്ട് അതിന്റെ പേരിടി ബോൾ പിറ്റ് എന്നാണ് ഇതിന്റെ പേര് അപ്പൊ സാധനം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല വാങ്ങാനായിട്ട് വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനായിരുന്നു പക്ഷെ അവൾക്ക് തന്നെ മേടിക്കാന്ന് പറഞ്ഞ പക്ഷേ മനിന്റെ ഉള്ളിൽ നിന്ന് കളിക്കുകയോ ഈശപ്പോ പറ സൈൻ ഔട്ട് പറഞ്ഞേ ആളുടെ അതിലുള്ള കളി കഴിഞ്ഞത് ആളുടെ വേറെ വണ്ടി എടുത്തു ആളുടെ അതിൻ്റെ ഉള്ള ഒരു ഇതങ്ങോട്ട് കഴിഞ്ഞു അതിന്റെ ഒരു ഇത് കഴിഞ്ഞു ഇനിയിപ്പ പുള്ളിക്കാരന് ഇപ്പൊ നൈസായിട്ട് വേറെ വണ്ടിയിൽ നിന്ന് കയറി ഈശോ വീഴും അത്രയ്ക്കൊക്കെയുള്ളൂ അതിന്റെ പരിപാടി കണ്ട പുള്ളിയുടെ അതിന്റെ താല്പര്യം കഴിഞ്ഞപ്പോ അത് വെറുതെ അവിടെ ഇരിക്കുന്നുണ്ട് പുള്ളിയുടെ അടുത്ത വണ്ടി എടുത്തു പോട്ടെ ഈശോ അപ്പൊ അതിന്റെ പരിപാടി ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ആളുടെ വേട്ടയാടലൊക്കെ കഴിഞ്ഞതേ സാധനം ബോളൊക്കെ വലിച്ചെറിഞ്ഞ് ഇവിടെ കിട്ടുന്നുണ്ട് സകല സാധനം പെട്ടിയൊക്കെ അവിടെ കിള്ളി പൊളിച്ച് മേടിച്ച് അരമണിക്കൂർ ആയിപ്പിക്കുന്നത് ഇതൊക്കെ ഒടിച്ച് അടിക്കളഞ്ഞ് സെറ്റാക്കിയിട്ട് ആളുടെ പണി നോക്കി പോയി ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞവരെടുത്ത് പറഞ്ഞ കേൾക്കില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇതിന്റെ കോല ഏകദേശം പകുതിയോളം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ആള് കേട്ടോ ഒരു സൈഡ് കോഞ്ഞാട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതും കഴിഞ്ഞ് ആള് നൈസായിട്ട് ആളുടെ പണി നോക്കി അടുത്ത പരിപാടി പിടിക്കാൻ പോയിട്ടുണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കാണ്ടോ നോക്കി അപ്പൊ ഇത്രയ്ക്കുള്ളൂ അൺബോക്സിങ്ങിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ പരമാവധി മേടിച്ച് കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ